ഡിഗ്രിക്ക് ശേഷം PG പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നായാലോ? ജോയിൻ Prepwise UG+, കേരളാസ് No.1 PG എൻട്രൻസ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. CUET PG, IIT JAM, TISNET, CMAT കോച്ചിംഗ് പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു Prepwise UG+. Prepwise UG+ലേക്ക് ഏവർക്കും സ്വാഗതം. CUET PG 2023 അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ള വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെ ആവുമ്പോൾ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒന്നാണ് നമ്മുടെ ഫീ പേയ്മെന്റ്. ഈ ഫീ പേ ചെയ്യണമെങ്കിൽ ഫീ എത്രയാണെന്ന് അറിയണം. ഓരോ കാറ്റഗറിക്കും എത്രത്തോളം ഫീസാണ് വരുന്നത്, അതുപോലെ അപ്ലിക്കേഷന്റെ പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയാണ് എന്നുള്ളതായിരിക്കും നമ്മൾ ഈ ഒരു ഷോർട്ട് സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുക. ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് എല്ലാം ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്നത് മാർച്ച് 20 തീയതിയാണ്. ഇനി ഇത് ഏപ്രിൽ 19 തീയതി വൈകിട്ട് 5 മണി വരെ ഓപ്പൺ ആയിരിക്കും. ഈ ഒരു സമയം വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ഫീ പേയ്മെന്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മണിക്കൂറും 50 മിനിറ്റും സമയം അധികം അലോട്ട് ചെയ്തിട്ടുണ്ട്. 19 ഏപ്രിൽ വൈകിട്ട് 11 മണി അല്ലെങ്കിൽ രാത്രി 11:50 വരെ പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. ഇത് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, അവർ തന്നിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ എക്സ്റ്റൻഷൻ ഒക്കെ വന്നേക്കാം. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ആയി പോയേക്കാം. അതനുസരിച്ചുള്ള ഡേറ്റ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ആസ് ഓഫ് നൗ എന്തായാലും ഏപ്രിൽ 19 തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ അപ്ലിക്കേഷൻ പ്രൊസീജിയറിനിടയിലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ, ചിലപ്പോൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് ചിലപ്പം പേരിൽ ഒരു അക്ഷരം വിട്ടുപോയേക്കാം, അല്ലെ അഡ്രസ്സിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചേക്കാം, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിൽ, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നിരിക്കെ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കറക്ഷൻ വിൻഡോ എന്ന് പറഞ്ഞിട്ട് 20 തീയതി തൊട്ട് 23 തീയതി വരെ 4 ദിവസം ടൈം തരുന്നുണ്ട്. ഈ 4 ദിവസം സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ട കറക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. എന്ന് വെച്ചാൽ ആ ഒരു മിസ്റ്റേക്സ് ഉണ്ടാക്കാതിരിക്കുക. ബിക്കോസ് മറ്റൊന്നുമല്ല, കറക്ഷൻസിലൊക്കെ പലപ്പോഴും ലിമിറ്റ് വരാറുണ്ട്. 2 തെറ്റുകളെ തിരുത്താൻ പറ്റുകയുള്ളൂ, 3 തെറ്റുകളെ തിരുത്താൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഒരു ഓപ്ഷൻ ഒക്കെ തന്നെ കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നു. അത് ഈ വട്ടം ഉണ്ടാവില്ലെന്ന് കരുതാം. എങ്ങനെയാണെങ്കിലും മാക്സിമം അപ്ലൈ ചെയ്യാൻ പോകുന്നവരായിരിക്കും സെഷൻസ് എല്ലാം തന്നെ കൂടുതലായിട്ട് കാണുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു തെറ്റും ഇല്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനിയിപ്പം സപ്പോസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും കറക്ഷൻ വിൻഡോയിൽ നിങ്ങൾക്ക് അത് മാറ്റാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷെ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ രജിസ്ട്രേഷൻ ടൈമിൽ കൊടുക്കുന്ന ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല. അതായത് രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെയായിരിക്കും നിങ്ങളുടെ അപ്ലിക്കേഷൻ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് അഡ്മിഷന്റെ സമയം ആയാലും അത് അതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് അത് രണ്ടും സ്വന്തമാണ് കൊടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ എപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്പർ ഒക്കെ തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നും കൂടെ ഒന്ന് ഉറപ്പിച്ചാൽ നന്നായിരിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് ഫീസിന്റെ കാര്യമാണ്. ഫീസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പല കാറ്റഗറിക്കും പല ഫീസാണ് വരുന്നത്. മുൻ വർഷം അല്ലെ 2022 CUET PGയിൽ ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് 3 പേപ്പർ എഴുതുന്നതിന് 800 രൂപയായിരുന്നു ആവശ്യം. ഈ വട്ടം അത് 1000 രൂപയായി കൂടിയിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിൽ മാക്സിമം 3 പേപ്പർ, അതിപ്പോ നിങ്ങൾ ഒരു പേപ്പർ എഴുതിയാലും ശരി 3 പേപ്പർ എഴുതിയാലും ശരി നിങ്ങൾ പേ ചെയ്യേണ്ടത് 1000 റുപ്പീസ് ആണ്. OBC NCL അതുപോലെ ജനറൽ EWS കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും 1 പേപ്പർ ആയിക്കോട്ടെ 3 പേപ്പർ ആയിക്കോട്ടെ മാക്സിമം നിങ്ങൾ പേ ചെയ്യേണ്ടത് 800 ആണ്. SC ST തേർഡ് ജെൻഡർ കാറ്റഗറിയിൽ മാക്സിമം അല്ല, ടു ബി ഫ്രാങ്ക് മിനിമം നിങ്ങൾ പേ ചെയ്യേണ്ടത് ഈ ഒരു എമൗണ്ട് ആണ്. 1 പേപ്പർ എഴുതിയാലും 750 കൊടുക്കണം, 3 പേപ്പർ എഴുതിയാലും 750 കൊടുക്കണം. PWBD കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 700 റുപ്പീസ് ആണ് 3 വിഷയങ്ങൾ വരെ എഴുതുന്നതിന് നിങ്ങൾ പേ ചെയ്യേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന ഫീസ് എല്ലാം നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പേ ചെയ്യേണ്ടുന്ന ഒരു ഫീസാണ്. ഇനി 3 വിഷയത്തിൽ കൂടുതൽ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. അവരെ സംബന്ധിച്ച് ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് 500 റുപ്പീസ് ആണ് ഓരോ സബ്ജക്റ്റിനും പേ ചെയ്യേണ്ടത്. 2 സബ്ജക്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 1000 പ്ലസ് 500 പ്ലസ് 500 മൊത്തം 2000 രൂപയാണ് പേ ചെയ്യേണ്ടി വരിക. OBC NCL അതുപോലെ ജനറൽ EWS കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ, SC ST തേർഡ് ജനറൽ കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ, പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി അഥവാ PWBD കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ 3 പേപ്പറുകൾക്ക് പുറമെ എഴുതുന്ന പേപ്പറുകൾക്കെല്ലാം ഒരേപോലെ 400 റുപ്പീസ് ആണ് പേ ചെയ്യേണ്ടി വരിക. അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ഇന്ത്യയുടെ പുറത്തുനിന്ന് തന്നെ CUET PG എഴുതാൻ ആഗ്രഹിക്കുന്ന മറ്റ് വിദേശത്തെല്ലാമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ 5000 റുപ്പീസ് ആണ് ഈ 3 വിഷയങ്ങൾ വരെ എഴുതുന്നതിന് പേ ചെയ്യേണ്ടത്. അഡീഷണൽ ഓരോ വിഷയത്തിനും 1500 റുപ്പീസ് വീതം പേ ചെയ്യണം. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരുവിധം, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ഒന്ന്, ഡിജിറ്റൽ പേയ്മെന്റ് രീതികൾ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ചെല്ലാൻ ഒന്നും തന്നെ അവൈലബിൾ അല്ല. നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, UPI, വാലറ്റ് പേയ്മെന്റ് രീതികൾ, ഈ രീതികൾ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി GST അത് പ്രത്യേകമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ GST പിടിക്കുന്നവർ നമ്മളെ അറിയിക്കുന്നുണ്ട്. ഇനി അപ്ലിക്കേഷൻ ഫീ പേ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പേയ്മെന്റ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ കൃത്യമായി വായിക്കാൻ അവർ പറയുന്നുണ്ട്. ബട്ട് ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ മതിയാവും.
മാക്സിമം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫീസിൽ എഴുതാൻ പറ്റുന്ന 3 വിഷയങ്ങളാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു. അഡീഷണൽ വിഷയങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 7 എന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ 3 വിഷയങ്ങൾ നിങ്ങൾ ഈ പറയുന്ന 1000 റുപ്പീസ് അല്ലെങ്കിൽ 800 റുപ്പീസ് അല്ലെങ്കിൽ 750 റുപ്പീസ് അല്ലെങ്കിൽ 700 റുപ്പീസ് നിങ്ങൾ എഴുതുന്നു. ഇനി അഡീഷണൽ ആയിട്ടുള്ള വിഷയങ്ങൾ എത്ര എണ്ണം എഴുതാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ മാക്സിമം എഴുതാൻ പറ്റുന്ന സബ്ജക്റ്റിന്റെ കോഡ് എന്ന് പറയുന്നത് 20 ആണെന്നാണ് പറയുന്നത്. 20 വിഷയങ്ങൾ വരെ എഴുതാവുന്നവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ 20 വിഷയങ്ങൾ എഴുതുന്നവരൊന്നും ഉണ്ടാവില്ല. ബട്ട് ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ ഇതല്ലാതെ 1-2 ചെറിയ ഇതുപോലെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലൊന്ന് ഇതാണ്, ഇവിടെ 7 എന്ന് പറയുന്നു. സോ 3+7 മാക്സിമം ഒരാൾക്ക് എഴുതാൻ പറ്റുക 10 വിഷയങ്ങളായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ 10 വിഷയങ്ങളാണ് ഒരാൾക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എഴുതാൻ സാധിക്കുക. ഈ 10 വിഷയങ്ങൾക്കായിട്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി ആണ് ഈ 7 സബ്ജക്ട്സിനായിട്ട് ഏകദേശം 3500 റുപ്പീസ് പേ ചെയ്യണം. മറ്റ് OBC മറ്റേത് കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിലും 2800 റുപ്പീസ് പേ ചെയ്യണം. ഇത് പ്ലസ് ആണ് കേട്ടോ. ഇത് പ്ലസ് 3 സബ്ജക്റ്റിനായിട്ട് കൊടുക്കുന്ന 800 റുപ്പീസ് വരും. ഈ 3500 പ്ലസ് 3 വിഷയങ്ങൾക്കായി കൊടുക്കുന്ന 1000 റുപ്പീസും വരും. സോ അങ്ങനെ ആയിരിക്കും പേയ്മെന്റ് രീതി. ഇനി ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ 5000 റുപ്പീസും അഡീഷണൽ വരുന്ന വിഷയങ്ങൾക്ക് 1500 റുപ്പീസുമാണ് പേ ചെയ്യേണ്ടി വരിക. ഇനി ഇതൊരു വളരെ നോട്ട് ചെയ്യേണ്ടുന്ന ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻ ഫോംസ്. മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനോ മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻ ഫോംസ് സെൻഡ് ചെയ്യാനോ പാടില്ല. ഒരൊറ്റ അപ്ലിക്കേഷൻ ഫോമിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമായുള്ള കോഴ്സുകളെല്ലാം തന്നെ ഒപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ആവശ്യമായുള്ള കോഴ്സുകൾ അതിൽ ഒപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ വേറൊരു അപ്ലിക്കേഷൻ എഴുതുക എന്നുള്ളത് അവിടെ പ്രാക്ടിക്കൽ അല്ല. വേറൊരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 2 അപ്ലിക്കേഷനും സ്റ്റാൻഡ്സ് ക്യാൻസൽ. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു അപ്ലിക്കേഷൻ ഫോമിൽ തന്നെയാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന മാക്സിമം കോഴ്സുകൾ എടുക്കുന്നതെന്നും ഫീ പേ ചെയ്യുന്നതെന്നും ഉറപ്പ് വരുത്തുക. ഇനി ഫീ എല്ലാം പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ പേജ് വരാനുണ്ട്. ആ കൺഫർമേഷൻ പേജ് വന്നാൽ മാത്രമേ നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയിട്ട് അവർ കണക്കാക്കുകയുള്ളൂ. അപ്ലിക്കേഷന് 3 ഫേസുകളാണ് ഉള്ളത്. ഒന്ന് രജിസ്ട്രേഷൻ ആണ്, ഒന്ന് അപ്ലിക്കേഷൻ ഫോം ആണ്, മറ്റേത് ഫീ പേയ്മെന്റ് ആണ്. ഈ 3ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഫീ പേയ്മെന്റ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫൈനൽ ആവുന്നുള്ളൂ. ഫീ പേയ്മെന്റ് കഴിയുന്നതോടുകൂടി കൺഫർമേഷൻ പേജ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഫീ പേ ചെയ്യേണ്ടി വരും. കൺഫർമേഷൻ പേജ് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കുക, പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. അതുപോലെ അപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും എൻടിയുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനാണ്. ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ ആയിരുന്നു, പിന്നെ ഇങ്ങനെ ആയതാണെന്ന്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ സിറ്റി എക്സാം സെന്റർ കിട്ടുന്ന സിറ്റി നമ്മൾ കൊടുക്കുന്നത് 2 സിറ്റി ആയിരിക്കും, നമുക്ക് കിട്ടുന്ന വേറൊരു സിറ്റി ആയിരിക്കും. സപ്പോസ് നമുക്ക് നമ്മുടെ സിറ്റിയിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. ചോദിച്ചു നോക്കുമ്പോൾ ഈ പറഞ്ഞ പ്രൂഫ് ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പം കൺഫർമേഷൻ പേജും ഡൗൺലോഡ് ചെയ്ത് വെക്കുക, ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത്രയും കാര്യങ്ങളാണ് കാര്യമായിട്ട് പറയാനുള്ളത് when it comes to fee payment. അതുപോലെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്. സോ ഇമ്പോർട്ടന്റ് ഡേറ്റ് ഞാൻ പറഞ്ഞ പോലെ എക്സ്റ്റൻഡ് ആയേക്കാം, ബട്ട് അതിനായിട്ട് കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വേണ്ട യൂണിവേഴ്സിറ്റിയും വേണ്ട കോഴ്സും നിങ്ങളുടെ ടെസ്റ്റ് പേപ്പർ കോഡും എല്ലാം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അവർ പേ ചെയ്യാൻ പറയുന്ന എത്ര ഫീസ് ആണോ ഫീ പേ ചെയ്തുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പ്രിപ്പറേഷൻ വേണ്ട എല്ലാവിധ സഹായങ്ങൾക്കും UG+ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ വിളിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പാക്കേജ് എല്ലാം എടുത്ത് എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് ജൂൺ ആദ്യവാരം തന്നെ പരീക്ഷ ഉണ്ടാവും എന്നുള്ളതാണ് NTA ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമില്ല. നിങ്ങളുടെ സെം എക്സാംസും എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു പക്ഷേ ആ ഒരു സമയത്തായിരിക്കാം. സോ എത്രയും പെട്ടെന്ന് തുടങ്ങിയാൽ അത്രയും നന്നായിരിക്കും. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം.